everyone, welcome to another video. So ഇന്ന് കെമിസ്ട്രി എക്സാമിൻ്റെ റിവ്യൂ ആണ് ഗൈസ്. അങ്ങനെ നമ്മുടെ ലാസ്റ്റ് മോഡൽ എക്സാം കഴിഞ്ഞ് കെമിസ്ട്രീനെ കുറിച്ച് എനിക്ക് കാര്യത്തൊന്നും പറയാനില്ല, കാരണം ഒന്നും പഠിച്ചിട്ടുമില്ല, ഒന്നും എഴുതിയിട്ടില്ല. ഇതുവരെ അതിനല്ല എക്സാം എനിക്ക് ഭയങ്കര ഈസി ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു ക്വസ്റ്റ്യൻസ്. പിന്നെ പഠിക്കാത്തതുകൊണ്ട് ഫുൾ എഴുതാനൊന്നും പറ്റിയിട്ടില്ല എന്നേ ഉള്ളൂ. പക്ഷേ കെമിസ്ട്രി എന്താണെന്ന് അറിയില്ല, കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ കേൾക്കാത്ത പോലെ ഫീൽ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് എൻ്റെ തെറ്റാണെന്ന് അറിയില്ല, ഞാൻ കേൾക്കാത്തതുകൊണ്ടോന്ന് അറിയില്ല. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഉത്തരം ഞാൻ ലോ അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്നാണ് എഴുതിയത്. രണ്ട് ഞാൻ എഴുതിയിട്ടില്ല. ഫസ്റ്റ് ഓർഡർ ഒന്നാമത്തെ വെറുതെ ഞാൻ എഴുതിയതാണ്. മൂന്നാമത്തത് 3D5, നാലാമത്തത് എ, അങ്ങനെയാണ് ഞാൻ എഴുതിയത്. അഞ്ചാമത്തത് 1 യൂണിറ്റ്സ് മോണോസാക്കറൈഡ്, അങ്ങനെയാണ് എഴുതിയത്. പിന്നെ 6th ക്വസ്റ്റ്യൻ ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. റിവേഴ്സ് ഓസ്മോസിസ് എന്നാണ് ഞാൻ എഴുതിയത്. 7th ഞാൻ എഴുതിയിട്ടില്ല. ഞാൻ കെമിസ്ട്രി കുറേ എഴുതാതെ വിട്ടിട്ടുണ്ട്. എട്ടാമത്തേൽ ഒന്ന് ഞാൻ ഫസ്റ്റ് ഓർഡർ എഴുതിനി. പിന്നെ 9th അതിൻ്റെ ബി ക്വസ്റ്റ്യൻ എഴുതിയിട്ടില്ല. 9th ക്വസ്റ്റ്യൻ ഞാൻ ആ ഒരു എക്സ്പ്ലനേഷൻ മാത്രമേ എഴുതിയിട്ടുള്ളൂ, എക്സാമ്പിൾ എഴുതിയിട്ടില്ല. 10th ക്വസ്റ്റ്യൻ ഞാൻ എഴുതിനി. പിന്നെ 11th എഴുതിയിട്ടില്ല. 12th ഞാൻ ചുമ്മാ ഇങ്ങനെ കറക്കി കുത്തി വരച്ചതാണ്. 13th ഞാൻ എഴുതിയിനി. അത് ഞാൻ എൻ്റെ ഒരു ഓർമ്മയിലുണ്ടായ ഒരു കാര്യം എഴുതിയതാണ്, ശരിയാണോ എന്ന് എനിക്കറിയില്ല. 246 ട്രൈനൈട്രോ അങ്ങനെയാണ് എഴുതിയിട്ടുണ്ടായിരുന്നത്. പിന്നെ 14th ക്വസ്റ്റ്യന് അതെനിക്ക് ഓർമ്മ ഉണ്ടായിരുന്നില്ല, സോ അത് ഞാൻ എഴുതിയിട്ടില്ല. 15th ക്വസ്റ്റ്യനും ഞാൻ എഴുതിയിട്ടില്ല. 16th ഞാൻ ലാസ്റ്റ് എന്തൊക്കെയോ എഴുതിയിന്, ശരിയാണോ എന്നറിയില്ല. 17th ക്വസ്റ്റ്യൻ എഴുതിയിന്, അത് അറിയുന്നുണ്ടായിരുന്നു. 18th ക്വസ്റ്റ്യൻ എഴുതിയിട്ടില്ല, അത് അറിയുന്നുണ്ടായിരുന്നില്ല. 19th ക്വസ്റ്റ്യൻ ഞാൻ ക്രിസ്മസ് എക്സാമിന് പഠിച്ചിരുന്നു, പക്ഷേ എനിക്കത് ഓർമ്മ ഉണ്ടായിരുന്നില്ല, കാരണം ഞാനത് റിവൈസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. 20th ക്വസ്റ്റ്യൻ എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല, ഞാൻ എഴുതിയിട്ടില്ല. 21st ക്വസ്റ്റ്യൻ എഴുതിയിട്ടില്ല. 22nd ക്വസ്റ്റ്യൻ എഴുതിയിട്ടില്ല. 23rd ക്വസ്റ്റ്യൻ എഴുതിയിട്ടുണ്ട്, അത് അറിയുന്നുണ്ടായിരുന്നു. 24th ചുമ്മാ കാർക്കി കുത്തി എഴുതി. പിന്നെ 25th ക്വസ്റ്റ്യൻ എഴുതിയിട്ടില്ല. 26th ഞാൻ വെറുതെ എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട്. 27th ക്വസ്റ്റ്യൻ അറിയുന്നുണ്ടായിരുന്നു, അത് എഴുതിയിട്ടുണ്ട്. 28th എഴുതിയിട്ടുണ്ട്, പക്ഷെ 28th 3rd ക്വസ്റ്റ്യൻ ഒന്നും ഞാൻ എഴുതിയിട്ടില്ല. ചുമ്മാ ഇങ്ങനെ എന്തൊക്കെയോ എഴുതിയിട്ടുണ്ട്. 29th ക്വസ്റ്റ്യൻ അത് എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല, അതൊന്നും ഞാൻ എഴുതിയിട്ടില്ല. 29th എഴുതി. 13th ഞാൻ ചുമ്മാ എല്ലാം കറക്കി കുത്തി എഴുതി. 30 ക്വസ്റ്റ്യൻ എഴുതിയിട്ടില്ല. ഞാൻ ഇത്രയൊക്കെയാണ് എഴുതിയിട്ടുള്ളത്, കാര്യമായിട്ട് ഒന്നും എഴുതിയിട്ടില്ല. എനിക്ക് കെമിസ്ട്രി എക്സാമിനെ കുറിച്ച് കാര്യമായിട്ടൊന്നും പറയാനില്ല, ഇങ്ങനെയൊക്കെയാണ് ഞാൻ എഴുതിയിട്ടുള്ളത്. ഇനി മാർക്ക് കിട്ടുമ്പോൾ അറിയാം എത്ര മാർക്കൊക്കെ ഉണ്ടെന്നുള്ളത്. എനിക്ക് കുറച്ച് പേപ്പേഴ്സ് കിട്ടി. ബോട്ടണിയിൽ 30ൽ 26, പിന്നെ ഫിസിക്സ് കിട്ടി. ഫിസിക്സിൽ 60ൽ 37. ഇതാണ് എൻ്റെ മാർക്ക് ഗൈസ്. പിന്നെ മാത്സ് കിട്ടി. മാത്സിൽ 60ൽ 45. ഈ 3 സബ്ജക്റ്റാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ നിങ്ങൾക്ക് പേപ്പർ കിട്ടിയോ ഇല്ല എന്നൊക്കെ കമൻറ്റ് ചെയ്യുക. കെമിസ്ട്രി എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. എനിക്ക് അത്ര വലിയ ഇഷ്ടമായിട്ടൊന്നുമില്ല, പഠിച്ചിട്ടുമില്ല, എഴുതിയിട്ടുമില്ല. പിന്നെ കെമിസ്ട്രി പ്രത്യേകിച്ച് ഒന്നും എഴുതാനില്ലാത്തതുകൊണ്ട് ഞാൻ ഒരു 10 കാണുന്ന സമയത്ത് തന്നെ അറിയുന്നതൊക്കെ എഴുതിക്കഴിഞ്ഞ് വെറുതെ ഇരിക്കുന്നുണ്ടായിരുന്നു. ബാക്കിയുള്ള സമയമൊക്കെ വെറുതെ ഇരുന്ന് സമയം കളഞ്ഞതാണ്. അതേപോലെ തന്നെ ഇന്നലെ ഹിന്ദിയും ഞാൻ ഇന്നലെ വേഗം എഴുതി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് ഒരുപാട് ടൈം ബാക്കിയുണ്ടായിരുന്നു, കാരണം ഞാൻ ഒരുപാട് ആലോചിച്ച് എഴുതിയൊന്നല്ല, എനിക്ക് വായിക്കിട്ടുന്നൊക്കെ ഇങ്ങനെ എഴുതി പോയതാണ്. അതുകൊണ്ടാണ് ഇതുവരെ കഴിഞ്ഞ എക്സാമിൽ ചില സബ്ജക്റ്റിൽ എനിക്ക് ഓർമ്മയിലുണ്ടായതിൽ ഞാൻ എഴുതിയിട്ടുണ്ട്. അപ്പം അങ്ങനെ എനിക്ക് കുറച്ച് മാർക്കൊക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട്. പക്ഷെ കെമിസ്ട്രി എനിക്കൊന്നും അറിയില്ല, ഓർമ്മയുണ്ടായിട്ട് എഴുതിയിട്ടില്ല. സോ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഗൈസ്. സോ താങ്ക് യു ഫോർ വാച്ചിങ്.